ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT അപ്ഡേറ്റ്സുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് മൂവീസ് OTT വന്നിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ശ്രീനാഥ് ബാസിയും ഫെമിന ജോർജൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വന്ന കറക്കം എന്ന മൂവിയാണ്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന മൂവിയാണ് കറക്കം. ഇതൊരു സോംബി മ്യൂസിക്കൽ മൂവിയാണ്. താല്പര്യമുള്ളവരെ കണ്ടു നോക്കാം. ഇതിപ്പോൾ സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി ബൾട്ടി എന്ന മൂവിയാണ്. സൈനികത്തിൻ്റെ ഒരു എഫേർട്ട് ഇത്തിരി കൂടുതലിട്ടൊരു മൂവിയായിട്ട് തോന്നിയ ഒരു മൂവിയാണ് ബൾട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന മൂവിയായിരുന്നു ഇത് സോണി ലൈവിൽ ജൂലൈ 10 OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ആന്റണി വർഗീസ് പെപ്പെ പ്രധാന കഥാപാത്രമായി വന്ന മൂവിയാണ് കാട്ടാളൻ. ഇത് വളരെ ഹൈപ്പോടുകൂടി വന്നൊരു മൂവിയാണ്. പക്ഷേ തിയേറ്ററുകളിൽ നേരെ പരാജയപ്പെടുകയായിരുന്നു. എനിക്കും ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് കാട്ടാളന് കിട്ടിയത്. ഇത് സോണി ലൈവ് ഏറ്റെടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ കാട്ടാളൻ സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി നെസ്ലിൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയൊരു മൂവിയാണ് മോളിവുഡ് ടൈംസ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ കൂടുതൽ ആളുകൾക്കും വർക്കായ ഒരു മൂവി തന്നെയാണിത്. എങ്കിലും എല്ലാ ആളുകളിലേക്കും ഈ സിനിമ എത്തപ്പെടാത്ത പോലെ തോന്നി. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടു നോക്കാം. അടുത്തതായി അദ്രു ദ മാൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഇത് ഒരു മലയാള മൂവിയാണ്. ഒരു ഡ്രാമ ത്രില്ലറാണ്. ഇത് അധികം വൈകാതെ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. അടുത്തതായി മുത്തശ്ശി എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു മലയാളം മൂവിയാണ്. C5 ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടവരൊക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. അടുത്തതായി മറുവശം എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതിൻ്റെ പോസ്റ്റർ ഇപ്പോൾ മനോരമ മാക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം വൈകാതെ തന്നെ മറുവശം മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി നിധിയും ഭൂതവും എന്ന് പറഞ്ഞൊരു മൂവിയാണ്. റാഫി DQ ഒക്കെ പ്രധാന കഥാപാത്രമായി വന്നൊരു മൂവിയാണ് നിധിയും ഭൂതവും. അപ്പോൾ താല്പര്യമുള്ളവരോ കണ്ടു നോക്കുക. മനോരമ മാക്സിൽ അധികം വൈകാതെ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ബസൂക്ക എന്ന മമ്മൂട്ടി നായകനായി വന്ന മൂവിയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ മാസം, അതായത് ഈ മാസം തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായി വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതും ജിയോ ഹോട്ട്സ്റ്റാർ തന്നെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതും ജൂലൈ മാസത്തിൽ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ OTT റിലീസുകൾ എന്ന് പറയുന്നത്. പുതിയ OTT അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന മൂവീസ് ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.